റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിനെതിരെ പരാതിയുമായി കോൺഗ്രസ്. ഷാഫി പറമ്പിൽ MPക്കെതിരെ ആന്റോ അഗസ്റ്റിൻ ചാനലിൽ നടത്തിയ വർഗീയ പരാമർശത്തിനെതിരെയാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നത്. ഷാരിഖ് നവാസ് ഉണ്ട് പാലക്കാട് നിന്ന്. ഷാരിഖ്, എന്താണ് ഈ പരാതിയിൽ കോൺഗ്രസ് പറയുന്നത്? വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അമൽ, ക്രിസ്റ്റീന, വണ്ടാഴി പഞ്ചായത്ത് അംഗവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവുമായ പ്രമോദ് തണ്ടലോടാണ് റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. അതായത് റിപ്പോർട്ടർ ചാനലിലെ പ്രത്യേക പരിപാടിക്കിടെ ആന്റോ അഗസ്റ്റിൻ ഷാഫി പറമ്പിൽ MPക്കെതിരെ നടത്തിയ വർഗീയ പരാമർശത്തിനെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്. ചാനലിൽ ആന്റോ അഗസ്റ്റിൻ ഇത്തരത്തിൽ പറഞ്ഞു. അതായത് ഷാഫി പറമ്പിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം കേരളത്തിലുടനീളം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുസ്ലിം ഏകീകരണവും അതുപോലെ തന്നെ ഹിന്ദു ഏകീകരണവും നടത്തിയെന്നും ഇത് കേരളത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുമെന്നും ഇത് വലിയ രീതിയിൽ സമൂഹത്തിന് ആപത്താണെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ടർ ചാനലിനെതിരെയും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിനെതിരെയും കേസെടുത്ത് തക്കതായ ശിക്ഷ നൽകണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ ഒരു അമർഷവും പ്രതിഷേധവും ഉയർന്നിരുന്നു. കാരണം ഷാഫി പറമ്പിൽ MPക്കെതിരെ ഇത്തരത്തിൽ നടത്തിയ ഒരു വർഗീയ പരാമർശത്തിനെതിരെ കോൺഗ്രസിൽ വലിയൊരു പ്രതിഷേധം നേതാക്കളെല്ലാം ഉന്നയിച്ചിരുന്നു. കാരണം മുൻപും ഇത്തരത്തിൽ റിപ്പോർട്ടർ ചാനൽ ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ വർഗീയ പരാമർശം നടത്തിയിരുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ആകമാനം വലിയ രീതിയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു ചാനലിലെ പ്രത്യേക പരിപാടിക്ക് ഇരുന്നാണ്, ഒരു എഡിറ്റോറിയൽ പരിപാടിക്ക് ഇരുന്നാണ് ഇത്തരത്തിൽ ഒരു വർഗീയ പരാമർശം നടത്തിയിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് ഒരു വർഗീയ രീതിയിലേക്ക് മാറ്റിയെന്നാണ് ഇത്തരത്തിൽ ആന്റോ അഗസ്റ്റിൻ പറഞ്ഞിട്ടുള്ളത്. ആ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ കേസുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവും ഉണ്ടാകാൻ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമൽ, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.